കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം കുടികൊള്ളുന്ന പുണ്യസന്നിധി. ആ ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണം അപ്രത്യക്ഷമായാൽ എന്തായിരിക്കും അവസ്ഥ? കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ചോദ്യമാണിത്. കേരളത്തെ ആകെ ഞെട്ടിച്ച ഇപ്പോൾ ഹൈക്കോടതിയുടെ രഹസ്യ വിചാരണയിലുള്ള ശബരിമല സ്വർണ്ണപ്പാളി കേസ്. ഇത് വെറും ഒരു മോഷണ കേസല്ല. ഇതിന് പിന്നിൽ ഒരു വൻ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ഒരുപക്ഷെ ഒരു രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘം പോലും പ്രവർത്തിച്ചിരിക്കാമെന്നും കോടതിക്ക് സംശയമുണ്ട്. ആരാണ് പ്രതിക്കൂട്ടിൽ? ആരാണ് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിലെ സൂത്രധാരൻ? ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിന്റെ ഏറ്റവും നിർണായകരമായ ഘട്ടത്തിലാണ്. അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിട്ട് പോലും പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നു. ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഒരു വാചകം ശ്രദ്ധിക്കുക. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് 4.5 കിലോയോളം സ്വർണം കുറഞ്ഞത് യാദൃശ്ചികമല്ല. ഇത് ആസൂത്രിതമായ ക്രിമിനൽ ഗൂഢാലോചനയാണ്. അതായത് 4.541 കിലോ സ്വർണം അപ്രതീക്ഷിതമായി. എവിടേക്കാണ് ഈ സ്വർണം പോയത്? കോടതിയുടെ വിമർശനം ഇതിലും ശക്തമാണ്. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയുമായി ഒത്തുകളിച്ചു എന്നും അവർ അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചു എന്നും കോടതി തുറന്നടിച്ചു. സ്വർണം പൂശിയതിനെ ചെമ്പ് പൂശിയതെന്ന് രേഖപ്പെടുത്തിയതിലെ കള്ളക്കളിയാണ് ഇവിടെ പ്രധാന പ്രശ്നം. കേസിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കോടതിയുടെ ഈ നടപടി മാത്രം മതി. വിചാരണ ഇപ്പോൾ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. ഇവിടെയാണ് കേസ് ഒരു ത്രില്ലർ സിനിമയുടെ ലെവലിലേക്ക് മാറുന്നത്. അഴിമതി നിരോധന നിയമം ഈ കേസിൽ ചുമത്താൻ സാധ്യതയുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഒരു വശത്ത്. എന്നാൽ അതിലും വലുതാണ് കോടതി ഉന്നയിച്ച മറ്റൊരു സംശയം. സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയുടെ നീക്കങ്ങൾക്ക് രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുമായി സാമ്യമുണ്ടോ? ഇതൊരു സാധാരണ സ്വർണ്ണക്കടത്തല്ല. ഒരുപക്ഷെ രാജ്യാന്തര തരത്തിലുള്ള വിഗ്രഹക്കടത്ത് മാഫിയയുടെ കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഈ സംശയം അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയുമായി ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്യുകയാണ്. മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായ D. സുദേശ് കുമാർ അടക്കം ഉദ്യോഗസ്ഥ തലത്തിലെ ഒത്താശ ചെയ്തവർക്ക് രക്ഷയില്ലാതായിരിക്കുന്നു. ഇതൊരു സാധാരണ കേസ് എന്നതിലുപരി കേരളത്തിന്റെ വിശ്വസ്തതയുടെയും ധാർമ്മികതയുടെയും വിഷയമാണ്. അയ്യപ്പ ഭക്തരുടെ സംഭാവനകൾ, ക്ഷേത്രത്തിലെ സ്വർണം, ഇതിലാണ് ഇത്രയും ക്രമക്കേട് നടന്നിരിക്കുന്നത്.